ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ മലയാളമാണ് പരീക്ഷയുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാം. താഴെ കൊടുത്ത 6 പ്രവർത്തനങ്ങളിൽ 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ തന്നിരിക്കുന്നത് 6 പ്രവർത്തനമായിരിക്കും. അതിൽ 1ാമത്തെ പ്രവർത്തനം എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയുന്ന 4 എണ്ണം മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. 1ാമത്തെ പ്രവർത്തനം 1, ഉത്തരം എഴുതാം. വിവരണം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ താഴെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ ജീവികൾ ആമകളാണത്രേ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ വൻകരകളിലൊഴികെ എല്ലാ വൻകരകളിലും ആമകൾ വസിക്കുന്നുണ്ട്. ഏതാണ്ട് 40ഓളം ഇനം ആമകളുണ്ട്. പുല്ലുകളും പച്ചിലകളും പൂക്കളും പഴങ്ങളുമാണ് ആമകളുടെ പ്രധാന ഭക്ഷണം. ചിലയിനം ആമകൾ ഷഡ്പദങ്ങളെയും ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. ആമയ്ക്ക് നല്ല കാഴ്ചശക്തിയും കേൾവി ശക്തിയുമുണ്ട്. ആമയുടെ പുറം തോടുകൾ കട്ടി കൂടിയതാണ്. മഞ്ഞ, തവിട്ട്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ശത്രുക്കളുടെ സാമീപ്യം അറിഞ്ഞാൽ ആമകൾ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലെയുള്ള കാലുകളും ഇവയ്ക്ക് ഇതിന് സഹായകമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ആമകളെ കുറിച്ചിട്ടുള്ളൊരു വിവരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. 1ാമത്തെ ചോദ്യം, ഏത് ജീവിയെക്കുറിച്ചാണ് ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഏത് ജീവിയെ കുറിച്ചിട്ടാണ്? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മുതല, ആന, ആമ, തത്ത. ആമകളെ കുറിച്ചിട്ടാണ് ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ആമ. 2ാമത്തെ ചോദ്യം, ഈ ജീവി കാണപ്പെടാത്ത വൻകര ഏത്? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ഏത് വൻകരയിലാണ് ആമകൾ കാണപ്പെടാത്തത്? ഉത്തരം അന്റാർട്ടിക്കയാണ്. 3ാമത്തെ ചോദ്യം, വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഈ ജീവിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു, ശ്വസിക്കാൻ സഹായിക്കുന്നു. ഏതാണ് ഉത്തരം? ഉത്തരം കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു എന്നതാണ്. 4ാമത്തെ ചോദ്യം, ഈ ജീവിക്ക് മറ്റു ജീവികളിൽ നിന്നുള്ള പ്രധാന പ്രത്യേകത ഏതാണ്? അപ്പോൾ മറ്റു ജീവികളിൽ നിന്ന് പ്രത്യേകത എന്താണ്? അവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. വലുപ്പം കൂടുതലാണ്, വലുപ്പം കുറവാണ്, സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നു, ആയുസ് കൂടുതലാണ്. ഉത്തരം ആയുസ് കൂടുതലാണ്. 5ാമത്തെ ചോദ്യം, ഇവ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കുന്നത് എന്തിനാണ്? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, തണുപ്പ് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്, സഞ്ചാരത്തിന്. ഉത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്. ഈ പ്രവർത്തനം 2, കവിത പൂർത്തിയാക്കാം. കവിത വായിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കും. അതായത് അവിടെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിനോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ്. എന്താണ് വരികളിൽ കൊടുത്തിട്ടിരിക്കുന്നത്? കുഞ്ഞിക്കിളിയെ പോരുന്നോ പുഴയൊഴുകുന്നീ ഗ്രാമത്തിൽ, അവിടെ ചെന്നാലെന്തുണ്ട്, വയറു നിറക്കാൻ തിനയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 4 വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കാൻ, അതായത് ഇതുമായിട്ട് ചേർന്ന് പോകുന്ന വരികൾ കൂട്ടിച്ചേർക്കാനാണ്. അപ്പോൾ കൂടുതൽ വരികൾ നമുക്ക് എന്തെഴുതാം? കുഞ്ഞിക്കിളിയെ പോരുന്നോ കുളിർ കാറ്റൊഴുകും പാടത്ത്, അവിടെ ചെന്നാലെന്തുണ്ട്, കൊത്തിത്തിന്നാൻ കതിരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 വരിയും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 3, സംഭാഷണം എഴുതാം എന്നതാണ്. കുട്ടി കളിക്കുന്നതിനിടയിൽ പട്ടം മരത്തിൽ കുടുങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാവം പട്ടത്തിൻ്റെ കരച്ചിൽ കേട്ടാണ് തത്തമ്മ പെണ്ണ് അങ്ങോട്ട് പറന്നു ചെന്നത്.
തത്തമ്മയോട് പട്ടം എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തത്തമ്മയുടെ മറുപടിയോ സംഭാഷണം എഴുതൂ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് പട്ടത്തിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ആ പട്ടം കരച്ചിൽ കേട്ടിട്ടാണ് തത്തമ്മ പോകുന്നത്. അപ്പോൾ അങ്ങനെ തത്തമ്മ പോകുമ്പോൾ തത്തമ്മയോട് എന്തൊക്കെയായിരിക്കും പട്ടം പറഞ്ഞിട്ടുണ്ടാവുക, അതിനെന്ത് മറുപടി ആയിരിക്കും തത്തമ്മ കൊടുത്തിട്ടുണ്ടാവുക എന്നത് സംഭാഷണ രൂപത്തിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഭാഷണം എന്ന് എഴുതി നോക്കാം. എന്താ തത്തമ്മ എന്ത് ചോദിക്കും? എന്തു പറ്റി കുഞ്ഞിപ്പട്ടമേ, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ എൻ്റെ നൂല് ഈ മരത്തിൽ കുടുങ്ങിപ്പോയി, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തത്തമ്മ, നിന്റെ നൂല് ഞാൻ പൊട്ടിച്ചു തരാം, അപ്പോൾ നിനക്ക് താഴെ ഇറങ്ങാം. പട്ടം, അയ്യോ അത് വേണ്ട, ഞാൻ പറക്കുന്നതിന് കാണാൻ കാത്തു നിൽക്കുകയാണ് എൻ്റെ ചങ്ങാതി, അവന് സങ്കടമാകും. തത്തമ്മ, ശരി, കുടുക്ക് അഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പട്ടം, ശരി തത്തമ്മ, നിന്റെ ചങ്ങാതി പത്രക്കടലാസ് കൊണ്ടാണ് നിന്നെ ഉണ്ടാക്കിയത് അല്ലേ? പട്ടം, എനിക്ക് പല നിറത്തിലുള്ള കൂട്ടുകാരുണ്ട്. തത്തമ്മ, ഇതാ ഞാൻ നിന്റെ നൂല് പിടിച്ചു തരാം, പറന്നോ. പട്ടം, വളരെ നന്ദി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെയാണോ വരുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 4 വിവരണം എഴുതാം എന്നതാണ്. ചിന്നുമോൾ മനോഹരമായ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവൾക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. ചിറകുകൾ വീശി അവൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. പൂക്കൾ നിറഞ്ഞ താഴ്വാരകൾ, കളമൊഴുകുന്ന പുഴകൾ, ഭൂമിയിലെ കാഴ്ചകൾ എത്ര മനോഹരം. ചിന്നുമോൾ കണ്ട കാഴ്ചകൾ എഴുതും. അപ്പോൾ സ്വപ്നത്തിൽ ചിന്നുമോൾ അതിമനോഹരമായ ഭൂമിയെയാണ് കാണുന്നത്. അപ്പോൾ അതൊരു വിവരണ രൂപത്തിൽ കണ്ട കാഴ്ചകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശത്തിലൂടെ പറക്കുന്നതിനിടെ അവൾ താഴേക്ക് നോക്കി. അലയടിച്ചുയരുന്ന കടൽ. അവൾ പേടിച്ചുപോയി. ഞാൻ എന്തിനു പേടിക്കണം, എനിക്ക് ചിറകുണ്ടല്ലോ, അവൾ തന്നെത്താൻ പറഞ്ഞു. ആടി ഉലയുന്ന തോണിയിൽ പാട്ടുപാടി പോകുന്ന തോണിക്കാർ, യാത്രാ ബോട്ടുകൾ, കൂറ്റൻ കപ്പലുകൾ എല്ലാം കടന്ന് പുഴയുടെ മുകളിലെത്തിയപ്പോൾ കുളിർതെന്നൽ അവളെ തഴുകി. നിറഞ്ഞൊഴുകുന്ന പുഴ വലുതായിരിക്കുന്നല്ലോ. കളകളം പാടുന്ന പുഴയും കടന്ന് കാട്ടിലെത്തിയപ്പോൾ ഇരുട്ടായി. സൂര്യപ്രകാശത്തിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. തിങ്ങി നിറഞ്ഞ മരങ്ങളും വള്ളികളും പക്ഷികളുടെ കളകളാരവും. ടീച്ചർ പഠിപ്പിച്ച കണ്ണാൻ ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ടോ? പൂക്കളും പൂമ്പാറ്റകളും വണ്ടും തുമ്പിയുമെല്ലാം സന്തോഷത്തോടെ തേൻ കുടിച്ചു മൂളിപ്പാട്ടു പാടിയും സന്തോഷത്തോടെ നടക്കുന്നു. എന്തു മനോഹരമാണ് ഈ ഭൂമി, കണ്ടാലും കൊതി തീരില്ല. അപ്പോൾ ഇങ്ങനെ വിവരണം എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 5 ആശംസ കാർഡ് നിർമ്മാണം. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് തൻ്റെ കൂട്ടുകാർക്ക് നൽകാനായി ആശംസാ കാർഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ. ഒരു ആശംസാ കാർഡ് നിങ്ങളും തയ്യാറാക്കും. ആശംസാവാക്യങ്ങൾ എഴുതി ചേർത്ത് ഭംഗിയാക്കണം. അപ്പോൾ നിങ്ങളോട് എന്താണ് ഒരു ആശംസാ കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏത് കൂട്ടുകാരിക്കാണ് എഴുതുന്നത് ആ കൂട്ടുകാരുടെ പേര് എഴുതുക. അതുപോലെ എന്തെങ്കിലും ഒരു നല്ല സന്ദേശവും എഴുതണം. അങ്ങനെയൊക്കെയാണ് ആശംസാ കാർഡ് നിർമ്മിക്കേണ്ടത്. എന്നിട്ട് എന്തെഴുതാം? എന്തെങ്കിലും കൂട്ടുകാരുടെ പേരെഴുതുക. എന്നിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുകാരുടെ ആശംസാ കാർഡ് നിർമ്മിക്കണം. ഈ അവസാനത്തെ പ്രവർത്തനമായിട്ടുള്ള പ്രവർത്തനം 6 കത്തെഴുതാം എന്നതാണ്. ഇന്നലെ മണിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് അവൾ വീട്ടിൽ ഒരുക്കിയത്. നിങ്ങളും പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വിവരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതും. അപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് എന്തൊക്കെയാണ് നടക്കാറുള്ളത്, നിങ്ങളുടെ പിറന്നാളും അതിവിപുലമായിട്ടായിരിക്കും ആഘോഷിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഒരു കത്ത് തയ്യാറാക്കി കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ കത്തെഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തീയതിയും അതുപോലെ തന്നെ സ്ഥലവും എഴുതണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മൾ ഏത് കുട്ടിക്കാണോ എഴുതുന്നത് ആ കുട്ടിയുടെ പേരെഴുതുക. അതിനുശേഷം നിനക്ക് സുഖമാണെന്ന് കരുതുന്നു, അതായത് സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അതിനുശേഷമാണ് എന്തെഴുതേണ്ടത്? നമ്മൾ ഈ കാര്യം പിറന്നാൾ ദിനത്തിൻ്റെ കുറിച്ചിട്ടൊക്കെ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഒരു കത്ത് എഴുതേണ്ട രൂപം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ സ്ഥലം എഴുതുക. നിങ്ങളുടെ സ്ഥലമാണ് അവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഡേറ്റ്, നിങ്ങൾ എന്നാണ് എഴുതുന്നത് ആ തീയതി എഴുതുക. അതിനുശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരി, നിനക്ക് സുഖമല്ലേ? അമ്മയ്ക്കും അച്ഛനും എല്ലാം സുഖമാണെന്ന് കരുതുന്നു. അതിനുശേഷമാണ് അടുത്ത ഖണ്ഡികയിലാണ്, അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ നമ്മുടെ കാര്യം എഴുതേണ്ടത്, വിഷയം. ഇന്നലെ എൻ്റെ പിറന്നാളിന് നീ എന്താണ് വരാതിരുന്നത്? മറ്റു നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നിരുന്നു. പാട്ടും പാടി കേക്ക് മുറിച്ചു എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മുടെ കൂട്ടുകാർ നല്ലൊരു സമ്മാനവും കൊണ്ടുവന്നിരുന്നു. എല്ലാവരും ചേർന്നാണ് അത് വാങ്ങിയത്. അമ്മ പിറന്നാൾ സദ്യ ഒരുക്കിയിരുന്നു. പുളിയഞ്ചി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് അമ്മ കുറേ വിളമ്പി. പാലടയും പപ്പടവും മറ്റും കുറേ കറികൾ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ഞാൻ പുത്തൻ മഞ്ഞപ്പാവാടയാണ് ഇട്ടത്. ഊണ് കഴിഞ്ഞ് മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കുറേ നേരം കളിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഞങ്ങൾ തുറന്നു നോക്കി. മിഠായികൾ കുറേ എല്ലാവർക്കും കൊടുത്തു. നീ ഇല്ലാത്തത് ഒരു കുറവായി ഞങ്ങൾക്ക് തോന്നി. അതൊക്കെ പോട്ടെ, നാളെ ഞാൻ വരുമ്പോൾ നിനക്ക് മിഠായി കൊണ്ടുവരാം. സ്നേഹപൂർവ്വം നിൻ്റെ കൂട്ടുകാരി. നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്. അപ്പോൾ നമ്മളിതിൽ 6 പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതിലെ 6 പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.